എമ്പുരാന് 17 കട്ടുകൾ ഉണ്ടാകും എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ വാർത്ത വന്നത്. ശ്രീ ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസർ അടക്കം പൃഥ്വിരാജിനോട് അഭ്യർത്ഥിക്കുകയും ഇത് തീവ്ര വലതുപക്ഷത്തെ പല ആൾക്കാരെയും വേദനിപ്പിക്കുകയും മറ്റും ചെയ്തു എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കൗതുകമുള്ളൊരു വാർത്ത കൂടിയുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെൻസർ ബോർഡ് 2 കാര്യങ്ങളാണ് നേരത്തെ കട്ട് ചെയ്യാൻ പറഞ്ഞത്. ഒന്ന് സ്ത്രീകളോടുള്ള വയലൻസ് ആണ്, 2 ദേശീയ പതാകയുടെ ഒരു വ്യാഖ്യാനമാണ്. എനിക്കിപ്പോ 1-2 സോഴ്സസിനോട് സംസാരിച്ചു. അവർ പറഞ്ഞ കാര്യം ആ ദേശീയ പതാകയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇത് കാവി ഹിന്ദുക്കൾക്ക്, വെള്ള ക്രിസ്ത്യാനികൾക്ക്, പച്ച മുസ്ലിങ്ങൾക്ക് എന്ന് ഞാനൊക്കെ സ്ഥിരം പറയാറുള്ള ഗാന്ധിയൻ റെഫറൻസ് ആണ് കട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് വെളി വന്നിട്ടില്ല. കാര്യം ദേശീയ പതാകയുടെ ഒരു വ്യാഖ്യാനം കട്ട് ചെയ്യണം, 10 സെക്കൻഡ് നീളുന്ന വ്യാഖ്യാനം കട്ട് ചെയ്യണമെന്ന് മാത്രമാണ് വാർത്ത വന്നത്. എന്തായാലും പുതിയ വാർത്ത പ്രകാരം ഗോകുലം ഗോപാലൻ ഇത് പൃഥ്വിരാജിനോട് സംസാരിച്ചിട്ടുണ്ടെന്നും RSS അടക്കമുള്ളവരെ നെഗറ്റീവ് ലൈറ്റിൽ നിർത്തുന്ന ചില പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും ആ അർത്ഥത്തിൽ കട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഏകദേശം അടുത്ത തിങ്കളാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ റീസെൻസേർഡ് ആൻഡ് റീമോഡിഫൈഡ് വേർഷൻ എമ്പുരാന്റെ അടുത്ത ആഴ്ച വീണ്ടും തിയേറ്ററുകളിൽ എത്തുമെന്നാണ്. അതായത് അതുവരെയുള്ള സമയം ഈ സിനിമ തന്നെ സിനിമാ തിയേറ്ററുകളിൽ ഉണ്ടാവും. പക്ഷെ അടുത്ത ആഴ്ചത്തേക്ക് ഈ ചില കട്ട് ചെയ്ത കാര്യങ്ങളാക്കും. ആശീർവാദ് സിനിമ ഈ ന്യൂലി എഡിറ്റഡ് വേർഷൻ സെൻസർ ബോർഡിന് വീണ്ടും സമർപ്പിക്കുമെന്നും അറിയുന്നു. ഇനി അവരുടെ ഭാഗത്തു നിന്ന് വേറെ കട്ടുകൾ നിർദ്ദേശിക്കപ്പെടുമോന്ന് അറിയില്ല. ആ അർത്ഥത്തിൽ ഈ BJP RSS വിഭാഗങ്ങളിലെ ആൾക്കാർക്കുണ്ടായ വേദനയും വിഷമവും കൂടി അക്കോമഡേറ്റ് ചെയ്യാനും പോസിറ്റീവ്ലി ഇൻക്ലൂഡ് ചെയ്യാനും ഇവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ചില വിവാദ രംഗങ്ങൾ എന്താ പറയണേ വെട്ടിമാറ്റുമെന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല ഏതൊക്കെയാണ് ആ വിവാദ രംഗങ്ങളെന്ന്. ഈ 17 കട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. ചില മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് ബാബ ബജ്റംഗി എന്ന് പറയുന്നതിന്റെ പേര് തന്നെ ഒരു പക്ഷേ മാറ്റും. ആ വില്ലന്റെ പേര് ആ അർത്ഥത്തിൽ കൊടുക്കില്ല, ആ പേര് മാറ്റും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗോധ്ര കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് വന്നത്. ഗോധ്രയോടൊപ്പം ഈ പോസ്റ്റ് അതായത് പോസ്റ്റ് ഗോധ്രയും അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇവിടെ ട്രെയിൻ കത്തിച്ച രംഗങ്ങളൊന്നും ഇതിൽ വന്നില്ല, അല്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് കൊടുത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ നേരത്തെ പറയുകയുണ്ടായി. എന്തായാലും എങ്ങനെയാണെന്നറിയില്ല. RSS BJPയിലെ പല ആൾക്കാരും പൃഥ്വിരാജിനെതിരെ അതിശക്തമായ നിലപാടാണ് എടുക്കുന്നത്. പലർക്കും ലാലേട്ടനെ പറയാനൊരു മടിയാണ്. അതുകൊണ്ട് പൃഥ്വിരാജ് ജോർഡനിൽ പോയിരുന്നപ്പോൾ ജോർഡനിൽ പൃഥ്വിരാജ് ആരൊക്കെ കണ്ടു എന്ന് അന്വേഷിക്കണം, വിദേശ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നു. ഇതൊന്നും വരെ അർത്ഥമില്ല, ചുമ്മാ പറയുന്നതാണ്. അങ്ങനെയല്ല ആ വിഷയത്തെ നേരിടേണ്ടത്. ഇതിനു മുമ്പ് കേരള സ്റ്റോറീസ് വന്നിട്ടില്ലേ? കേരള സ്റ്റോറീസിൽ 3 പെൺകുട്ടികളുടെ കഥയല്ലേ, 32,000 പേരെന്ന് കള്ളം പറഞ്ഞല്ലേ, അതിശയോക്തിവൽക്കരിച്ചല്ലേ കാണിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ സിനിമകൾക്കും ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാകും, ഒരുപാട് സിനിമകൾക്ക്. അപ്പം കേരള സ്റ്റോറീസ് അല്ലെങ്കിൽ നമ്മുടെ കാശ്മീർ ഫയൽസ് ഇതൊക്കെ BJP മൂവീസ് ആയിരുന്നു, അല്ലെങ്കിൽ BJPയെ പ്രോത്സാഹിപ്പിക്കുന്ന, BJPയുടെ രാഷ്ട്രീയ ലൈൻ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായിരുന്നു. എന്നാൽ എമ്പുരാൻ നേരെ തിരിച്ച് BJP വിരുദ്ധ സമീപനമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ കാര്യങ്ങൾ വരുന്നത് നോക്കാം, കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഞാൻ ഒരു തവണ എമ്പുരാൻ കണ്ടു, ഇനി വീണ്ടും എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഏതൊക്കെയാണ് ഭാഗങ്ങൾ വരിക എന്ന് എനിക്കറിയില്ല. അതും കൂടെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പിന്നെ സ്വന്തമായിട്ട് ഇവർ തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ദേശീയ പതാകയെ സംബന്ധിക്കുന്നത് എനിക്ക് അതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഞാനാണ് ഏറ്റവും കൂടുതൽ ഈ കാവി ഹിന്ദുക്കൾക്ക്, വെള്ള ക്രിസ്ത്യാനികൾക്ക്, പച്ച മുസ്ലിങ്ങൾക്ക് എന്ന കാര്യം വീണ്ടും പറയുന്നത്. അപ്പോ ഇതാണ് കാര്യമുള്ളത്. അപ്പൊ എന്താണെന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ആ 17 കട്ട് അടുത്ത ആഴ്ചയാണ് 17 കെട്ട് വരുന്നതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ എല്ലാ സിനിമ കണ്ടോളൂ. ആ 17 കെട്ടും കൂടെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും.